അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ സപ്പോർട്ടുമായി നിൽക്കുന്ന ഒട്ടനവധി സഹോദര സഹോദരിമാരും ഉമ്മ എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരുപാട് വിഷയങ്ങൾ ദുആയിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ലൈലത്തുൽ ഖദറിന്റെ പോരിശയാക്കപ്പെട്ട രാവിൽ 27-ാം രാവിൽ ഞങ്ങളെ മറക്കരുതേ എന്ന് പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ച് കമന്റിലൊക്കെ പറയുമ്പോൾ മറക്കാൻ കഴിയില്ലല്ലോ. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നോമ്പ് തുറയോടെ നാം കയറി ചെല്ലാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധ റമദാനിലെ ഏറ്റവും വെറൈറ്റിയായ മഹത്വങ്ങളുടെ പോരിശുകളുടെ പേമാരി വർഷിക്കുന്ന പരിശുദ്ധമായ 27-ാം രാവിലേക്കാണ്. ഈ പരിശുദ്ധമായ 27-ാം രാവ് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങളെല്ലാം വാരിക്കൂട്ടാൻ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഓതാൻ കഴിയുന്ന, ചൊല്ലാൻ കഴിയുന്ന പരിശുദ്ധമായ സൂറത്ത് അല്ലെങ്കിൽ ദിക്ർ എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം. അതോടൊപ്പം ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ ഒരു മഹത്വവും ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ കിട്ടാത്ത ഒരു ഭാഗ്യം കെട്ട 4 വിഭാഗം ആളുകളുണ്ട്. അവരിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി അതൊരു പരിചയപ്പെടൽ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് നമ്മൾ ഈ പരിശുദ്ധമായ രാവ് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ എന്ന അല്ലാഹു പഠിപ്പിച്ചതാണ്. അതായത് 1000 മാസങ്ങളേക്കാൾ പുണ്യവും പോരിശയും ഈ ഒറ്റ രാത്രിക്ക് കിട്ടും. അതായത് 83 കൊല്ലവും 4 മാസവും നമ്മളെ മരിക്കാതെയാക്കുകയാണ്. അതായത് നമ്മൾ അത്രയും വർഷം ഇവിടെ മരിക്കാതെ ജീവിക്കുന്നത് പോലെയാണ് ഈ ഒറ്റ രാവ് നമുക്ക് കിട്ടിയാൽ, ലൈലത്തുൽ ഖദർ കിട്ടിയാൽ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ കാതോർക്കുകയാണ് ഈ പരിശുദ്ധമായ 27-ാം രാവ്. എന്തുകൊണ്ടാണ് 27-ാം രാവ് ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പറയുന്നിടത്ത് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ട് 40-ൽ പരം അഭിപ്രായങ്ങൾ കാണാം. ലൈലത്തുൽ ഖദർ അങ്ങനെ സാധ്യത, ഇങ്ങനെ സാധ്യത, ഈ ദിവസം ആ ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഇമാം റാസി റഹിമഹുല്ലാഹ് തങ്ങൾ, അറിയാലോ, ലോകപ്രസിദ്ധനായ വലിയ മുഫസ്സിറാണ്. ആ ഇമാം റാസി തങ്ങൾ ഈ വിഷയം ഡിസ്കസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വന്നാലും ജുംഹൂറുൽ ഉലമ, പണ്ഡിത ലോകത്തിന്റെ ഭൂരിഭാഗം ഉമ്മത്തും പറഞ്ഞിരിക്കുന്നത് 27-ാം രാവാണ് ലൈലത്തുൽ ഖദറിന് ഏറ്റവും പ്രധാനപ്പെട്ട രാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന വാക്കാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഹദീഫിൽ വലിയൊരു ആശ്വാസ വാക്കുണ്ട്. ഇന്നത്തെ ലൈലത്തുൽ ഖദറിന്റെ രാവ് ഈ 27-ാം രാവിലേക്ക് ചേരും. കാരണം ഒരു വൃദ്ധനായ, വയസ്സായ, ശരീരത്തിന് അസുഖം ബാധിച്ച് ക്ഷീണം ബാധിച്ച ഒരു ഉപ്പ വന്നിട്ട് പുണ്യ റസൂലിനോട് പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഈ രാത്രി ഒരുപാട് നിന്ന് നിസ്കരിക്കാനൊന്നും പറ്റൂല. എല്ലാ രാത്രിയിലും അങ്ങനെയാകാം ഇങ്ങനെയാകാം രാവാകാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ രാത്രിയും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ വൃദ്ധനായ മനുഷ്യനാണ്. എനിക്ക് ലൈലത്തുൽ ഖദറിന്റെ തൗഫീഖ് കിട്ടുകയും വേണം, പോകാൻ പാടില്ല. അതുകൊണ്ട് മുർനി ബിലൈല, ഒരു രാത്രിയെക്കുറിച്ച് പറഞ്ഞു, അത് എന്നാണെന്ന് പറഞ്ഞുതരും നബിയെ. എനിക്ക് ആ രാത്രി ഉപയോഗപ്പെടുത്തിയ ലൈലത്തുൽ ഖദർ കിട്ടണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വൃദ്ധനായ മനുഷ്യൻ സ്വഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്തറിയും, അലൈക ബിസ്സാബിഅ, എന്നാൽ 27-ാം രാവ് നോക്കിക്കോളാൻ. എത്ര മഹത്വമാണ് ഈ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവെ കൊണ്ടുവരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഖുർആൻ വ്യാഖ്യാനിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബിയാണ്. ആ സ്വഹാബി വര്യൻ ഈ പരിശുദ്ധമായ സൂറത്തുൽ ഖദർ ഉണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പറയുന്ന സൂറത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാം, അള്ളാഹു സൂറത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാ രാവ്. കാരണങ്ങൾ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു 27-ാം രാവാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ആലോചിച്ച് നോക്കണം. അപ്പോൾ എമ്പാടും കാണാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ലൈലത്തുൽ ഖദർ കിട്ടാത്ത നിർഭാഗ്യവാന്മാരാണ്. നമ്മൾ പല ആളുകൾ അതിൽ പെട്ടു. അത് പെടാതിരിക്കാൻ വേണ്ടി പറയാം. ജിബ്രീൽ സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് മലക്കുകളോട്, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അകമ്പടിയോടെ എത്രയോ ആയിരക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങും. അവരോട് പറയുന്നുണ്ട്, എല്ലാവരുടെയും അടുത്ത് പോയിട്ട്, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അടുത്ത് പോയിട്ട് അവരോട് സലാം പറ, അവരുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യ്, അവർ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയും എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് സുബഹിയാകുമ്പോൾ ഇവർ മടങ്ങിപ്പോകും. അപ്പോൾ മലക്കൾ ചോദിക്കും, അല്ല എന്താ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് ഇന്നത്തെ രാവിൽ? അപ്പോൾ അല്ലാഹു അവർക്ക് മാപ്പ് കൊടുത്തു, അല്ലാഹു കാരുണ്യത്തോടെ നോക്കി, അല്ലാഹു തെറ്റുകളൊക്കെ പുറത്തു കൊടുത്തു, അവർ വലിയ ആളുകളായി എന്ന് പറയും. എന്ന് പറയുന്ന കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, എല്ലാവർക്കും പുറത്തു കൊടുത്താലും ഇല്ല 4 ആളുകൾക്ക് ഒരു തെറ്റും അല്ലാഹു പുറത്തിട്ടില്ല. അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയില്ല, റമദാന്റെ മഹത്വം കിട്ടിയില്ല, നഷ്ടപ്പെട്ടവരാണ് 4 വിഭാഗം എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്ന ഒന്നാമത്തെ ഫസ്റ്റ് വൺ മുദ്മിനുൽ ഖംറാൻ, ലഹരി പദാർത്ഥങ്ങളുമായി കണക്റ്റഡായി ജീവിക്കുന്ന മനുഷ്യൻ. അത് കുടിക്കലാകാം, കഴിക്കലാകാം, ചവക്കലാകാം, ചുണ്ടിൻ്റെ അടിയിൽ വെക്കലാകാം, ഇഞ്ചക്ട് ചെയ്യലാകാം, വാസനിക്കലാകാം. ലഹരിയുമായി ബന്ധപ്പെട്ട ജീവിതം,
അത് മുഴുവനായി അതിൽ നിന്ന് രാജിവെച്ച് അള്ളാഹിനോട് തൗബ ചെയ്യുന്ന ഇന്നത്തെ രാത്രിയിൽ ഇനി ഞാൻ ഉണ്ടാകില്ല അല്ല എന്ന് തീരുമാനമെടുക്കാത്ത മുഴുവൻ ആളുകൾക്കും ലൈലത്തുൽ ഖദറിന്റെ ഒരു അംശം പോലും കിട്ടില്ല എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹദീസിൽ കാണാം. അതേപോലെ വിശദീകരിക്കേണ്ടതാണ് ഞാൻ ഓടിച്ചു പറഞ്ഞു. രണ്ടാമത്തെ ആഖുല്ലി വാലിദൈ, മാതാപിതാക്കളുടെ ഇച്ചിരി പൊരുത്തക്കേട് ആർക്കെങ്കിലും ഉണ്ടോ, തീർച്ചയായും അവർ ലൈലത്തുൽ ഖദർ സ്വപ്നം കണ്ടിരിക്കണ്ട. ഈ രാത്രി കിടന്നുറങ്ങലാ നല്ലത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും വാപ്പാടെ ഉമ്മാടെ പൊരുത്തം നമ്മൾ വാങ്ങണം. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർ ചെന്നുപോയി കണ്ട് അവരുടെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് കയ്യൊക്കെ ചുംബിച്ച് ഹദിയൊക്കെ കൊടുത്ത് സമ്മാനമൊക്കെ കൊടുത്ത് ദ്വാരക്കണേ ഉമ്മ ദ്വാരക്കണേ വാപ്പ എന്നൊരു പൊരുത്തം നിർബന്ധമായിട്ട് വാങ്ങണം. എന്ത് വില കൊടുത്തു. മരിച്ചു പോയവരാണെങ്കിൽ സഹോദരന്മാർ ഖബറിൻ്റെ ചാരത്ത് ചെല്ലണം. ഉമ്മമാർ വീട്ടിൽ ഓതിയിട്ട് ഹദിയ ചെയ്യണം. എല്ലാ സങ്കടവും അവരുമായിട്ടുള്ള സകല വിഷമങ്ങളും ഇന്ന് തീർക്കാത്തവർക്ക് റമദാനും പോകും, ലൈലത്തുൽ ഖദർ പോകും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാത്തിറഹം. കുടുംബ ബന്ധത്തിൽ വിച്ഛേദം പിന്നെ മുറിഞ്ഞു പോയിട്ടുള്ള ആളുകൾ കണ്ടാൽ മിണ്ടൂല, ഫോൺ വിളിച്ചെടുക്കൂല, സലാം പറഞ്ഞാൽ മടക്കൂല, അങ്ങനെ മുഖം തിരിച്ചു പോകുന്നവരുണ്ടല്ലോ. ആ പണി ഇന്ന് നിർത്തിയില്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും പണി കിട്ടും. അത് അവനാ ചെയ്ത് ഇവനാ ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൂടണം, നമ്മൾ മാപ്പ് കൊടുക്കണം. ഇന്ന് അള്ളാഹിൻ്റെ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദിക്ർ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ട രാവ് ഇന്ന. അള്ളാഹു മാപ്പ് തരണമെങ്കിൽ നമ്മൾ മാപ്പ് കൊടുക്കേണ്ടേ പ്രിയപ്പെട്ടവരെ. മാപ്പ് കൊടുക്കൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മാപ്പ് കൊടുത്ത് കുടുംബ ബന്ധത്തിൻ്റെ മുറിഞ്ഞു കിടക്കുന്ന ഡിസ്കണക്റ്റഡായി കിടക്കുന്നത് നമ്മൾ കണക്ട് ചെയ്യണം. മാത്രമല്ല നാലാമത്തെ വിഭാഗം മുശാഹിനാണ്. അതായത് കൂട്ടുകാരോടോ അയൽവക്കക്കാരോടോ ഫ്രണ്ട്സുകളോടോ 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതെ പിണങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഉടൻ സഡൻ ഇന്ന് തീരുമാനാക്കണം. എന്ത് വില കൊടുത്തും അതിൽ നിന്ന് നമ്മൾ പരസ്പരം ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ പോകും. ഇതാണ് ആ 4 വിഭാഗം. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓടിച്ചു പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബഹി നിസ്കാരം ജമാഅത്ത് മസ്റ്റ്. അങ്ങനെ സഹോദരിമാരും ഒരാളെങ്കിലും കൂട്ടിയിട്ട് ജമാഅത്താക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ ഈ രാവിൽ മുഴുവൻ ഇബാദത്ത് ചെയ്ത് കൂലി കിട്ടും. ഇനി അതോടൊപ്പം ഹയാത്താക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ഇന്ന് ലൈറ്റ് അണയ്ക്കാതെ ഉറങ്ങാതെ കാത്തിരിക്കണം. ഉളു ഉണ്ടാകണം. മെൻസസിൻ്റെ പീരീഡിലല്ലാത്ത മുഴുവൻ സഹോദരിമാരും എല്ലാ സഹോദരന്മാരും ഉളുയിൽ ഇന്ന് നിത്യമാകണം. പരമാവധി ഉറങ്ങാതെ നമ്മുടെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തത് തസ്ബീഹ് നിസ്കാരം. കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ ഇരുന്നിട്ടാണെങ്കിലും വയ്യെങ്കിലും നമ്മൾ നിസ്കരിക്കണം. അതൊക്കെ 2 റക്അത്ത് നിസ്കരിച്ച് വൈകി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അത് അടുത്ത 2 റക്അത്ത് നിസ്കരിക്കണം, 4 റക്അത്ത്. മൂന്നാമത്തെ കാര്യം ഖുർആൻ പാരായണമാണ്. ആയത്തെക്കുറിച്ച് പാരായണം ചെയ്യണം. ഖുർആനിൻ്റെ അഫ്ദലായ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ആയത്താണ്. ആമന റസൂൽ അള്ളാഹിൻ്റെ നിധിയാണ്. അതേപോലെ തന്നെ സൂറത്തു സൽസല ഇദാ സുൽസിലത്തി 2 വട്ടം ഓതിയ ഖത്തം ഓതിയ കൂലി കിട്ടും. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇദാ സുൽസിലത്തി 2 വട്ടം ആ സൂറത്ത് ഓതിയാൽ ഖത്തം ഓതിയ കൂലി കിട്ടും. സൂറത്തുൽ ഖദർ ഇന്ന് മനസ്സറിഞ്ഞ് ഒരു 7 വട്ടം ഓതിയാൽ റമദാൻ മുഴുവൻ നോമ്പുപിടിച്ച കൂലി നമുക്ക് കിട്ടും. നോമ്പുപിടിച്ചാൽ കൂലി കിട്ടും, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇരട്ട റമദാൻ്റെ കൂലി കിട്ടും. അതോടൊപ്പം ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ നിന്ന് നിസ്കരിച്ച കൂലിയും കിട്ടും സൂറത്തുൽ ഖദർ. അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ 4 വട്ടം ഓതിയാൽ ഖത്തം ഓതിയ കൂലി അള്ളാഹു നൽകും. ഇഖ്ലാസ് സൂറത്ത് 3 വട്ടം ഓതിയാൽ ഖത്തം ഓതിയ കൂലി കിട്ടും. അതൊക്കെ കഴിവിൻ്റെ പരമാവധി ഓതുക. ഈ സൂറത്ത് യാസീൻ ലിമാ ഖുരിയത്തിൽ ഖുർആനിൻ്റെ ഹൃദയമല്ലേ, എന്ത് ആഗ്രഹത്തെ ഓതിയ. ഇന്ന് ലൈലത്തുൽ ഖദറിൻ്റെ പോരിശയാക്കപ്പെട്ട രാവ് പ്രതീക്ഷിക്കുന്ന രാവ. ഇന്ന് സൂറത്ത് യാസീൻ ഒരു മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് നടക്കാത്ത ലോകത്തുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു നടക്കില്ല മക്കളെ എന്ന് പറഞ്ഞു. പക്ഷെ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം നടത്തി തരും. മാത്രമല്ല സുബഹിൻ്റെ നേരാകുമ്പോൾ ഒരു തെറ്റില്ലാത്തവരാകും, മൗഫൂറാകും എന്നൊക്കെ ഹദീസിൽ കാണാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പീരീഡ്സിൻ്റെ സമയത്ത് സഹോദരിമാർക്ക് ഒരു തടസ്സമില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല, മറ്റേ തടസ്സം ഉണ്ടെങ്കിൽ ഇതിന് തടസ്സമില്ല. ഏതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു ദിക്റാണ്. അത് 3 വട്ടം ഓതിയാൽ പോലും ആലോചിച്ച് നോക്കി. ഗഫറല്ലാഹു ബിവാഹിദ, ഒരു വട്ടം ഓതുമ്പോഴേക്ക് അള്ളാഹു പാവങ്ങളൊക്കെ പുറത്തു തരും. എന്നിട്ട് വനജ്ജാഹു മിനന്നാർ ബിവാഹിദ, 2ാമത്തെ ദിക്ർ ചൊല്ലുമ്പോഴേക്ക് അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം കൊടുക്കും. വദഖലൽ ജന്ന ബിവാഹിദ, 3ാമത്തെ ദിക്ർ ചൊല്ലുമ്പോഴേക്ക് സ്വർഗ്ഗപ്രവേശനം ഉറപ്പാവും. അപ്പോൾ ഒരു 100 വട്ടം ചൊല്ലി എങ്ങനെ ഉണ്ടാവും? 3 വട്ടം ചെല്ലുന്നതിന് ബെനിഫിറ്റാണ് പറയുന്നത്. അത് കഴിവിൻ്റെ പരമാവധി ഓതണം. പിന്നെ ഒരു ദിക്ർ പറയുന്നുണ്ട് ഹദീത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അദീം. ഈ ദിക്ർ 3 വട്ടം ചൊല്ലിയാൽ അവർ ലൈലത്തുൽ ഖദർ കിട്ടിയവരെ പോലെയാണെന്നാണ്. ഇനി എന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിലും അതിൻ്റെ മഹത്വം കിട്ടും. പിന്നെ മരിച്ചവരെ ഓർക്കണം. അവരുടെ റൂഹ് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വന്നു കൊടുത്ത റഹ്മു അലൈന, ഞങ്ങളെക്കുറിച്ച് മറന്നോ, ഞങ്ങൾക്ക് ഹദിയ നൽകാമോ, ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും സ്വതക്ക ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്ന പരിശുദ്ധരാവാൻ. അപ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് ദുആ ചെയ്ത് സ്വലാത്തിൽ എന്നവർ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കാം. പിന്നെയോ നമ്മളെല്ലാ കാര്യം ഇന്ന് ദ്വാരക്കണം. ഇന്ന് ദ്വായിൽ എൻഗേജഡ് ആകണം. ഒറ്റക്കിരുന്ന് കരയണം, കൂട്ടമായി ദ്വാ ചെയ്ത് കരയണം. മലക്കൾ ആമീൻ പറയും, ഉറപ്പായിട്ട് സ്വീകരിക്കുന്ന സമയമാണ്. പിന്നെയോ സ്വതക്ക ഹദിയ. ഇന്നത്തെ മഗ്‌രിബ് മുതൽ ഭയങ്കര പവറാ സ്വതക്കക്ക്, ഹദിയക്ക്. അത് എത്രയോ 84 കൊല്ലം 83 കൊല്ലം ഹദിയ കൊടുത്ത സ്വതക്ക കൊടുത്ത കൂലി കിട്ടും. ഭയങ്കര ലാഭമാണ്. ഇനി കേട്ടോളൂ, എല്ലാവർക്കും ലൈലത്തുൽ ഖദറിൻ്റെ രാവ് കിട്ടണമെന്ന് അള്ളാഹിനോട് ഇന്ന് ദ്വാരുന്നാൽ
മലക്കളൊക്കെ ആമീൻ പറയും. അള്ളാഹുവെ ലൈലത്തുൽ ഖദറിന്റെ രാവ് എല്ലാവർക്കും കിട്ടണമെന്നാണ് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക്. അള്ളാഹുവെ നീ മുഅ്മിനീങ്ങൾക്ക് കൊടുക്ക്, ആദ്യം ഇയാൾക്ക് കൊടുക്ക് ലൈലത്തുൽ ഖദറിന്റെ കൂലിയും. അപ്പോൾ കൂലി കിട്ടാതെ ഇന്ന് പോകില്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ദുആയിൽ വിനീതനെ ഓർക്കണം. നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും നിങ്ങൾ ഓർക്കണം. നിങ്ങളെ പ്രത്യേകിച്ച് ഇന്നത്തെ കമൻറ്റിൽ വരുന്നവർ പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കും. നിങ്ങളുടെ വസിയത്തുകൾ പ്രത്യേകം ദുആയിൽ കൊണ്ടുവരും. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇൻഷാ അല്ലാഹ് അതിന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇന്നത്തെ തറാവീഹ് മുടങ്ങരുത്, വിത്തർ മുടങ്ങരുത്. അൽഹംദുലില്ലാഹ്. കഴിവിൻ്റെ പരമാവധി എന്ത് റിസ്ക് എടുത്തും പരമാവധി ഇന്ന് ഉറക്കം മാറ്റി വെക്കേണ്ട ഒരു രാവാണ്. ഇനി കബറിൽ പുതിയാപ്പളയെ പോലെ ഉറങ്ങാൻ, പുതുനാരിയെ പോലെ കബറിൽ ഉറങ്ങണ്ടേ നമുക്ക്? അതിന് ഇന്ന് ഉറക്കം മാറ്റി വെക്കണം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.